നമസ്തേ. കഥകളി സാഗരത്തിലേക്ക് സ്വാഗതം. നമ്മൾ നാരായണീയം വായിക്കാൻ തുടങ്ങുകയാണ്. ഇന്നു മുതൽക്ക് രണ്ടാമത്തെ ദശകം അത്രേ ആയിട്ടുള്ളൂ. നമുക്ക് ഇന്നും 2-3 ശ്ലോകങ്ങൾ ഒരുമിച്ച് വായിക്കാം. ഞാൻ ആദ്യത്തെ ശ്ലോകം ഈ ദശകത്തിൽ പറയുന്നത് ഭഗവാന്റെ സ്വരൂപത്തെപ്പറ്റി കഴിഞ്ഞ ദശകത്തിൽ ചുരുക്കമായിട്ടൊന്ന് പറയേണ്ടത്. ആ സ്വരൂപത്തിൻ്റെ ഒരു മാധുര്യം, ഒരു വൈകുണ്ഠ രൂപത്തിലാണ് ഭഗവാനെ കാണാൻ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ വൈകുണ്ഠ രൂപത്തിൻ്റെ ഒരു പ്രത്യേകത നല്ല കിരീടം, അതിഭംഗിയുള്ള നാസിക, കാരുണ്യം വഴിയുന്ന കണ്ണുകൾ, മകരകുണ്ടലങ്ങൾ, കഴുത്തിലെ കണ്ഠാഭരണമായ പതക്കമായ കൗസ്തുഭം, വനമാല, മുത്തുമാല, തേജരൂപം, നാല് തൃക്കൈകളിലുമുള്ള ആയുധങ്ങൾ, അങ്ങനെയൊക്കെയുള്ള മഞ്ഞപ്പട്ടാട, അരയിലെ അരഞ്ഞാണം, അങ്ങനെയൊക്കെയുള്ള ആ ഭഗവാന്റെ വൈകുണ്ഠ രൂപത്തെ ദർശിക്കാനും ഓർമ്മിക്കാനുമാണ് എല്ലാ ഭക്തജനങ്ങളും ആഗ്രഹിക്കുന്നത്. ആ രൂപത്തിൻ്റെ ഒരു മാധുര്യം, അതാണ് ഈ ദശകത്തിൽ വർണ്ണിക്കുന്നത്. ആദ്യത്തെ ശ്ലോകം ഞാനൊന്ന് വായിക്കാം. സൂര്യസ്പർത്തി കിരീട മൂർധ്വതിലക പ്രോഭാസി ബാലാന്തരം കാരുണ്യാകുലനേത്ര ആർദ്രഹസിത ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ടോജ്വലത് കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. ഇതിനെ ചിട്ടപ്പെടുത്തിയിട്ട് അർത്ഥം പറയുമ്പോൾ, അന്വയിക്കുമ്പോൾ, സൂര്യസ്പർദ്ധി കിരീടം, സൂര്യനേക്കാളും ശോഭയേറിയ കിരീടമാണ് വൈകുണ്ഠ രൂപത്തിൽ ഭഗവാൻ ആദ്യം നോക്കുമ്പോൾ കാണുന്നത്. അടുത്തതായിട്ട് ഊർധ്വതിലക പ്രോദ്ഭാസി ബാലാന്തരം, ഊർധ്വെന്ന് വെച്ചാൽ മുകളിൽ, ആ കിരീടത്തിന് തൊട്ടു താഴെയായി അദ്ദേഹത്തിൻ്റെ ആ ഗോപിക്കുറി ചാർത്തിയ തിരുനെറ്റി, അതിൻ്റെ ഒരു ഭംഗി എന്താ. പിന്നെ അടുത്തത് കാരുണ്യാകുല നേത്രം, ഗോപിക്കുറിക്ക് തിരുനെറ്റിക്ക് താഴെയായിട്ട് അവിടുത്തെ കണ്ണുകൾ, കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന കണ്ണുകൾ, ആർദ്രഹസിതോല്ലാസം, എന്താ പറയേണ്ടത്, നമുക്ക് കുളിർമയേകുന്ന ചിരി, കുളിർമയേകുന്ന ഒരു പുഞ്ചിരിയുടെ പ്രകാശം. ആ ചിരി അങ്ങോട്ട് കണ്ടാൽ നമ്മുടെ ശരീരം അങ്ങ് കോരിത്തരിക്കും, നമുക്ക് കുളിരുണ്ടാകും. പിന്നെയോ ഗണ്ഡോദ്യൻ മകരാഭകുണ്ടലം, കുണ്ടലം എന്ന് പറഞ്ഞാൽ കർണാഭരണം, കാതിലണിയുന്ന ആഭരണം. മകരമത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ളതാണ് ഭഗവാന്റെ മകരകുണ്ടലം എന്ന് പറയുന്ന കർണാഭരണം. സ്വതവേ നല്ല പ്രകാശമുള്ള കവിളുകൾ, ഈ മകരകുണ്ടലത്തിൻ്റെ ചലനം കൊണ്ട് ആ വെളിച്ചം അങ്ങ് പ്രതിഫലിക്കുമ്പോൾ അത് ഒന്നുകൂടി അങ്ങോട്ട് തുടുത്ത് ഒന്നുകൂടി മനോഹരമായി വരും. പിന്നീട് എന്താ കാണുന്നത്, കണ്ഠോജ്വലത് കൗസ്തുഭം, കണ്ഠത്തിൽ ഒരു പതക്കം കണ്ഠാഭരണമായിട്ട് അദ്ദേഹം അണിയുന്നുണ്ട്. ആ പതക്കത്തിൻ്റെ പേരാണ് കൗസ്തുഭം. കൗസ്തുഭം എന്ന ഒരു രത്നമാണത്. വനമാല്യഹാരപടലം, വനമാലയും മുത്തുമാലയും എല്ലാം ഇടകലർന്ന് ചാർത്തിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മനോഹരമായ മാറിടം. ഈ വനമാല എന്ന് പറയുന്നത് അതാത് പ്രകൃതിയുടെ ഉണ്ടാകുന്ന അതാത് കാലത്തെ പുഷ്പങ്ങളെല്ലാം കൂടി കുരുത്തൊരുക്കുന്ന ഒരു മാലയാണ് വനമാല. മുത്തുമാല, അദ്ദേഹത്തിൻ്റെ മുത്തുമാലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതിമനോഹരമായി നീണ്ടങ്കട്ട് കിടക്കുന്ന ഒരു മുത്തുമാല. ആ മുത്തുമാലയുടെ പേരെന്താണെന്നോ, വൈജയന്തി. ആ വൈജയന്തി എന്ന് പറയുന്ന മുത്തുമാലകൾ, ഇതൊന്നും കൂടാതെ അദ്ദേഹത്തിൻ്റെ മാറിൽ ഒരിക്കലും മായാത്തൊരടയാളമുണ്ട്. ആ അടയാളത്തിൻ്റെ മറുക് എന്ന് പറയും. ആ മറുക്, അതിൻ്റെ പേരാണ് ശ്രീവത്സം. ആ മറുകുണ്ടായതെങ്ങനെയാണെന്നോ, അതിൻ്റെ കൂടെ ഒരു കഥയുണ്ട്. ഭൃഗു മഹർഷി ഉറങ്ങിക്കിടക്കുന്ന മഹാവിഷ്ണുവിനെ ഒരു ദിവസം ദേഷ്യം വന്നിട്ട്
ചവിട്ടങ്ങോട്ട് കൊടുത്തു. മഹാമുനിയുടെ കാലടിപ്പാടുകളാണ് ഭഗവാന്റെ മാറിൽ ശ്രീവത്സം എന്ന മറുകായി മാറിയിട്ടുള്ളത്. ആ ശ്രീവത്സമുണ്ട്. ഇങ്ങനെയൊക്കെ ആയിട്ടും ആ നിന്തിരുവടിയുടെ ആ സാക്ഷാൽ വൈകുണ്ഠത്തിൽ അമരുന്ന ആ രൂപം ഞാനിങ്ങനെ മനസ്സിൽ ധ്യാനിക്കുക. അതിവിടെ കഴുത്ത് വരെ മാറുവരിയായിട്ടുള്ളൂ കേട്ടോ. അത്രയും എന്തൊക്കെയുണ്ട് ഇപ്പം ഇതിൽ. സ്വർണ്ണക്കിരീടം, ഗോപീചന്ദനം ചാർത്തിയ ഗോപിക്കുറി ചാർത്തിയ തിരുനെറ്റി, കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന കണ്ണുകൾ, ഭംഗിയുള്ള നാസിക, മൂക്ക്, അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്ന് കണ്ഠാഭരണം, 2 കാതുകളിലുമുള്ള കർണാഭരണങ്ങൾ, ഇതൊന്നും കൂടെ ഉണ്ടങ്കട്ട ആ പുഞ്ചിരി ഒന്ന് കണ്ടാൽ മതി. എന്താ ഒരു തേജസ് ഭഗവാന്റെ. ഇത്രയുമാണ് ഈ ശ്ലോകത്തിൽ പറയുന്ന കാര്യം. ഇതിന് പരിഭാഷാ രൂപത്തിൽ ഉള്ള ആ വരികൾ ഞാനൊന്ന് വായിക്കാം. അപ്പോൾ കൂടുതൽ സൂര്യതുല്യം കിരീടവും ഗോപിയുള്ള തിരുനെറ്റി. ആദ്യം നമ്മൾ എന്താ കാണുന്നത്? വൈകുണ്ഠ രൂപത്തിലുള്ള, വൈകുണ്ഠത്തിൽ അമരുന്ന രൂപത്തിലുള്ള ഭഗവാന്റെ രൂപം. സൂര്യതുല്യം കിരീടവും ഗോപിയുള്ള തിരുനെറ്റി, കരുണ വഴിയും കണ്ണും മന്ദസ്മിതവും, കുണ്ടലവും കൗസ്തുഭവും വനമാല മുത്തുമാല, ശ്രീവത്സവും ചേർന്ന രൂപം ഭജിക്കുന്നു ഞാൻ. ഭഗവാനെ, അവിടുത്തെ മനോഹരമായ ഈ രൂപത്തെ ഞാൻ ഭജിക്കുന്നു. രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ശ്ലോകം തുടർന്നുള്ള ഇങ്ങോട്ട് കഴുത്തിന് കീഴ്പോട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആടയാഭരണങ്ങളെപ്പറ്റിയും വിരാട് പുരുഷൻ്റെ വൈകുണ്ഠ രൂപത്തിൽ അമരുന്ന ഭഗവാന്റെ രൂപവർണ്ണന തന്നെ. കേയൂരാംഗത കങ്കണോത്തമ മകാരത്നാങ്കുലീയാങ്കിത, ശ്രീമദ്ബാഹു ചതുഷ്ക സംഗദാഗദാഗ ശങ്കാരി പങ്കേരുകാം, ശ്രീമദ്ബാഹു ചതുഷ്ക സംഗദാഗദാ ശങ്കാരി പങ്കേരുകാം, കാഞ്ചന കാഞ്ചിലാഞ്ചദലസ പീതാംബരാലംബനീ, ആലംബേ വിമലാംബുജദ്യുതിപദാമൂർത്തിം തവാർത്തിച്ചിതാം. രണ്ടാമത്തെ ശ്ലോകത്തിൽ കേയൂരാംഗത കങ്കണം, അദ്ദേഹത്തിൻ്റെ കൈകളിലുള്ള ഹസ്താലങ്കാരാണ് പറയുന്നത്. ഇനി ഹസ്താഭരണങ്ങൾ, തോൾവളകൾ. കേയൂരാംഗതം എന്ന് പറഞ്ഞാൽ തോൾവളകളെ പറയുന്നതാണ്. 4 കൈകളാണ് ഭഗവാനുള്ളത് മഹാവിഷ്ണുവിന്. ആ 4 കൈകളിലുമുള്ള തോൾവളകൾ, അംഗതം എന്ന് പറഞ്ഞാൽ തോൾവള, കേയൂരാംഗതം എന്ന് പറഞ്ഞാൽ മനോഹരമായ തോൾവളകൾ. അത് കഴിഞ്ഞാൽ പിന്നെ കങ്കണം. കങ്കണം എന്ന് പറഞ്ഞാൽ വള, കൈത്തണ്ടയിൽ കണ്ണിയിലൊക്കെ ഇടുന്ന സാധാരണ വളകൾ. ഇതൊക്കെ സ്വർണ്ണവളകളാണ്. പിന്നെ അങ്കുലീയം, കൈവിരലുകളിലൊക്കെ രത്നം പതിച്ച അങ്കുലീയങ്ങൾ. കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നാങ്കുലീയാങ്കിതം, കൈകളിൽ തോൾവള, സാധാരണ രത്നവള, രത്നമോതിരങ്ങൾ. ശ്രീപദ്ബാഹു ചതുഷ്സംഗ ശങ്കാരി പങ്കേരുക. 4 കൈകളിലും അദ്ദേഹം ഓരോരോ ആഭരണങ്ങൾ എന്ന് പറയാം, ആയുധങ്ങൾ എന്ന് പറയാം. ഒരു കയ്യിൽ അദ്ദേഹത്തിൻ്റെ ശംഖ്, ചക്ര, ഗദ, പത്മം. ഇതാണ് 4 കൈകളിലുള്ള അലങ്കാരങ്ങൾ. ശംഖ്, ഒരു കയ്യിൽ ഭഗവാന്റെ ഒരു കയ്യിൽ ശംഖാണ്. ആ ശംഖിൻ്റെ പേരെന്താണെന്നറിയാമോ? പാഞ്ചജന്യം. പാഞ്ചജന്യം ശംഖ് ഭഗവാന് കിട്ടിയതിൻ്റെ പുറകിൽ ഭംഗിയുള്ളൊരു കഥയുണ്ട്. ഒരവസരത്തിൽ പറയാം കേട്ടോ. ഇപ്പം പറയായിരുന്നു, നമുക്കിങ്ങനെ ഇത് വായിച്ചിട്ട് പോവല്ലേ, പറയാം കേട്ടോ. അപ്പോൾ പാഞ്ചജന്യം എന്ന ശംഖ് ഒരു കയ്യിൽ ശംഖ്. പിന്നെ ചക്രം സുദർശന ചക്രം, ആരുടെ നേരെ, ശത്രുക്കളുടെ നേരെ പ്രയോഗിക്കുന്ന സുദർശന ചക്രം. പുറകെ നടന്ന്
അങ്ങ് തീർത്ത് കളയും. അങ്ങനെയുള്ള സുദർശന ചക്രം. ശംഖ് ചക്ര ഗദ, ഒരു കയ്യിൽ ഇങ്ങനെ നിലത്ത് കുത്തിക്കൊണ്ട് നിൽക്കുന്ന, കൈ ഇങ്ങനെ വെച്ച് നിൽക്കുന്ന ഭഗവാന്റെ ചിത്രം ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. കാണുന്ന ചിത്രത്തിൽ ഇനി കാണുമ്പോഴൊന്ന് ശ്രദ്ധിക്കൂ. ഒരു ഗദയുണ്ട് കയ്യിൽ. ആ ഭഗവാന്റെ ഗദയുടെ പേരാണ് കൗമോദകി. ശംഖ ചക്ര ഗദ. പിന്നെ പത്മം. പത്മം എന്ന് പറഞ്ഞാൽ താമര, വിരിഞ്ഞ് നിൽക്കുന്നൊരു താമര. അതിങ്ങനെ കൈയിൻ്റെ വിരലിനിടയിലൂടെ നീണ്ട തണ്ടോടുകൂടി ഇങ്ങനെ പിടിച്ചിരിക്കുക. അപ്പം ശംഖ് ചക്ര ഗദ പത്മങ്ങളോട് കൂടിയ 4 തൃക്കൈകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആ തൃക്കൈയും ആഭരണം കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. തോൾവള, സാധാരണ പോലെ കൈത്തണ്ടയിലിടുന്ന വള, രത്ന അങ്കുലീയ, ഇത്രയും. ഇനിയോ കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതരലസത് പീതാംബരാലംബനി. കാഞ്ചന കാഞ്ചി, എന്താ ഈ കാഞ്ചന കാഞ്ചി? പൊന്നരഞ്ഞാണം. ഭഗവാന്റെ അരയിൽ ഒരു പൊന്നരഞ്ഞാണമുണ്ട്, വളരെ മനോഹരമായത്. ചിലപ്പോൾ സ്വർണ്ണ കിങ്ങിണി, പൊന്നും കിങ്ങിണിയാകാം അലങ്കരിക്കുന്നു. അതോ അതിൻ്റെ മീതെയാണ് മഞ്ഞപ്പട്ട്, പീതാംബരാലംബനി എന്ന് വെച്ചാൽ മഞ്ഞപ്പട്ട് ഉടുത്തിട്ടുണ്ട്. അപ്പോൾ അടിയിൽ നിഴൽ കാണാം. ഈ മഞ്ഞപ്പട്ടിൻ്റെ അടിയിലായിട്ട് ആ ഭംഗിയുള്ള സ്വർണ്ണ അരഞ്ഞാണവും കാണാം. കുറേശ്ശെ അങ്ങനെ നിഴൽ കാണാം. ആർത്തിച്ചിതം ഉന്മൂലനം ചെയ്ത് കണ്ടാൽ നമ്മൾ ആ പീതാംബരം ഉടുത്ത ആ അരക്കെട്ട് കണ്ടാൽ ദുഃഖത്തെ മുഴുവൻ ഉന്മൂലനമാകും, നാശമാകും. അതുവരെയുള്ള രൂപം. ആർത്തിച്ചിതം എന്ന് പറഞ്ഞാൽ ദുഃഖമൊക്കെ തീരും, ദുഃഖത്തെ ഉന്മൂലനം ചെയ്യുന്നതാണ്. കാഞ്ചിത്, വാക്കുകൾക്ക് വിവരിക്കാൻ പറ്റാത്തതായിട്ടുള്ള തവ, അങ്ങയുടെ മൂർത്തി അഹം ആലംബേ, അങ്ങയുടെ ആ വിഗ്രഹത്തെ ഞാൻ ആശ്രയിക്കുന്നു ഭഗവാനെ. മൊത്തത്തിൽ പറയുമ്പോൾ അങ്ങയുടെ തോൾവള, ഹസ്താഭരണ വിഭൂഷിതമായ 4 കൈകളും അലങ്കാര ഭൂഷണങ്ങളായ 4 കൈകൾ, ശംഖുചക്രം ഗദാപത്മം ഏന്തി നിൽക്കുന്ന അലങ്കാരത്തോടു കൂടിയ 4 കൈകളും, പൊന്നരഞ്ഞാണം ധരിച്ച അരക്കെട്ടും അതിന് മീതെയുള്ള ആ പീതാംബരവും ധരിച്ച ഭഗവാനെ, അങ്ങയുടെ ആ രൂപം എൻ്റെ മനസ്സിലിങ്ങനെ ഞാൻ ഓർക്കുകയാണ് കേട്ടോ. അത് തന്നെ ഞാൻ ശരണവും പ്രാപിക്കുന്നു. ഇതിൻ്റെ പരിഭാഷ നമുക്കൊന്ന് വായിക്കാം. ഈ ശ്ലോകത്തിൻ്റെ പരിഭാഷ എങ്ങനെ വരുന്നു എന്ന് വെച്ചാൽ, കേയൂരം മംഗദം വാള മോതിരവും മണിഞ്ഞോരാ. കേയൂരം അംഗദം വാള മോതിരവും മണിഞ്ഞോരാ. കരങ്ങളിൽ ശംഖുചക്രം ഗദാ പത്മവും പൊന്നരിഞ്ഞാണവും മഞ്ഞപ്പൂന്തൂകിലും മിന്നിടും നിൻ. പൊന്നരഞ്ഞാണവും മഞ്ഞപ്പൂന്തൂകിലും മിന്നിടും നിൻ പാദപത്മം എന്നുമെനിക്കേകാവലംബം. എനിക്ക് ഒരേ ഒരു ആശ്രയമേ ഉള്ളൂ ഭഗവാനെ, അവിടുത്തെ ആ ദിവ്യരൂപം. അതുമാത്രമാണ് എനിക്ക് ആശ്രയമായിട്ടുള്ളത്. നമുക്ക് 3-ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. യത്രൈലോക്യമഹീയസോഭിമഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തനിതാനതോപി മധുരം മാധുര്യദുര്യാദപി. സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപി ആശ്ചര്യം ഭുവനേന കസ്യ കുതുകം. പുഷ്ണാതി വിഷ്ണോ വിഭോ, പുഷ്ണാതി വിഷ്ണു വിഭോ. ഹേ വിഷ്ണു വിഭോ, ലോകമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന അല്ലയോ ഭഗവാനെ, ത്രൈലോക്യമഹീയ സോബി അഭിരഹിതം, 3 ലോകത്തിലും ഇത്രമാത്രം മാന്യത നൽകിയ, ഇത്രമാത്രം പൂജ്യനായ, ഏറ്റവും കൂടിയ പൂജ്യനായ വസ്തു എന്താണോ അതിനേക്കാൾ പൂജ്യനായതാണ് അങ്ങയുടെ വിഗ്രഹം.
അതുപോലെ മോഹനാത് സമ്മോഹനാത്, ഏറ്റവും മോഹനമായിട്ടുള്ളത്, മനോഹരമായിട്ടുള്ളത്, സൗന്ദര്യമുള്ളത് ഏതു വസ്തുവാണോ അതിനേക്കാൾ കൂടിയ സൗന്ദര്യമുള്ളതാണ് അങ്ങയുടെ തിരുവുടെ. അടുത്തത് പിന്നെ കാന്തി നിദാനത അഭികാന്തം. കാന്തി എന്ന് പറഞ്ഞ തേജസ്. തേജസ്, ഏറ്റവും കൂടിയ തേജസ്സുള്ള വസ്തു എന്താണോ ഈ 3 ലോകങ്ങളിലും അതിനേക്കാളും കൂടിയ തേജസ്സുള്ളതാണ് ഭഗവാന്റെ വിഗ്രഹം. പിന്നെയോ മാധുര്യ ദുര്യാത് അഭിമധുരം. ഏറ്റവും മധുരമുള്ള വസ്തു എന്താണ് ഈ 3 ലോകങ്ങളിലും അതിനേക്കാൾ കുറച്ചും കൂടി കൂടിയ മധുരമുള്ള ഒരു അനുഭവമാണ് അങ്ങയുടെ വിഗ്രഹം കാണുമ്പോൾ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത്. അതിലും മധുരമായിട്ടുള്ളതാണ്. മാധുര്യ സത്തിനേക്കാളും മധുരമുള്ളതാണ്. പിന്നെയോ സുന്ദരതരം, ഏറ്റവും സൗന്ദര്യമുള്ളത് എന്താണോ അതിലും കൂടിയ സൗന്ദര്യമുള്ള വസ്തു. ആശ്ചര്യത ആശ്ചര്യം, കാണുമ്പോഴിങ്ങനെ അത്ഭുതം തോന്നുന്ന, ഏറ്റവും അത്ഭുതം തോന്നുന്ന വസ്തു എന്താണോ ഈ 3 ഭുവനങ്ങളിലും വെച്ച് അതിനേക്കാൾ കൂടിയ അത്ഭുതമാണ് ഭഗവാന്റെ വിഗ്രഹം കാണുമ്പോൾ നമുക്കുണ്ടാകുന്നത്. ഭുവനേകസ്യ കൗതുകം, ഇത്ര കൗതുകത്തോടു കൂടിയിട്ടുള്ള, അത്ഭുതത്തോടു കൂടിയിട്ടുള്ള, ആശ്ചര്യത്തോടു കൂടിയുള്ള മറ്റൊരു വസ്തു ഭൂമിയിൽ ഇനി കിട്ടാനേയില്ല. അത് കാണുമ്പോൾ ആയിരിക്കും ആ നിന്തിരുവടിയുടെ വിഗ്രഹം, അതിനേക്കാൾ മറ്റൊന്നുമില്ല. ലോകത്തിൽ ആർക്കാണ് ഇത്ര നല്ലൊരു വസ്തു കാണുമ്പോൾ കൗതുകം തോന്നാത്തത്? ആരുമില്ല കൗതുകം തോന്നാത്തവരായത്. എന്ന് പറഞ്ഞാൽ വൈകുണ്ഠത്തിൽ അമരുന്ന മഹാവിഷ്ണുവിൻ്റെ ആ രൂപം മനസ്സിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത അത്ഭുതം തോന്നുന്നു, ആശ്ചര്യം തോന്നുന്നു, അത്യന്തം സന്തോഷവും തോന്നുന്നു എന്നാണ് പറഞ്ഞത്. ഏറ്റവും പൂജ്യമായത്, ഏറ്റവും മധുരമുള്ളത്, അതിനേക്കാളൊക്കെ കൂടിയതാണ് ഈ രൂപം. ത്രൈലോക്യത്തിൽ അത്യുത്കൃഷ്ടം, ഇവിടെ 3 ലോകങ്ങളിലും ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ളത്. ത്രൈലോക്യത്തിൽ അത്യുത്കൃഷ്ടം രൂപം അതിമോഹനം, രൂപം അതിമനോഹരം, കാന്തിജന്യം മാധുര്യത്തിൽ മധുരഭാവം, സൗന്ദര്യത്തിൻ സാരമായി ആശ്ചര്യത്തിൻ ആശ്ചര്യമായി വിളങ്ങുവാരൂപമെത്ര കൗതുകകരം. ഭഗവാനെ, വൈകുണ്ഠത്തിൽ വിളങ്ങുന്ന അങ്ങയുടെ ആ രൂപം അത് എത്രമാത്രം മനോഹരമാണ്. അടുത്ത് 4ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് പോകാം. തത്താദ്രിം മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയീ സാ ദേവി പരമോത്സകാ ചിരതരം നാസ്തേ സ്വഭക്തേഷ്വഭി തേനാസ്യാബദ കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാദ ചാബലബല ചാബല്യവാർത്തോദഭൂത്. അതായത് തത്താദൃക് മധുരാത്മകം, അനുഭൂതി മാത്ര ഗോചരം, ആനന്ദമയവുമായ അങ്ങയുടെ തവ വപു, അങ്ങയുടെ ശരീരം കാണുമ്പോൾ ഏറ്റവും ആനന്ദം ഭക്തർക്ക് ലഭിക്കുന്നു. അങ്ങനെയുള്ളൊരു വിഗ്രഹമാണ് അങ്ങയുടെ. സംപ്രാപ്യ, അത് കൈവന്നിട്ട് എന്ന് പറഞ്ഞാൽ ഭർത്താവ് ലക്ഷ്മി ദേവിയെ പറ്റി അവിടെ പറയുന്നത്. ലക്ഷ്മി ദേവിക്ക് ഇത്രമാത്രം മനോഹരമായ തിരുടലുള്ള ഭഗവാനെ ഭർത്താവായി കിട്ടിയിട്ട് അവിടത്തെ മാറിടത്തിൽ അധിവസിപ്പാൻ തരപ്പെട്ടിട്ട് ലക്ഷ്മി ദേവി ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ മാറിലാണ് അങ്ങനെ സുഖമായിട്ട് ഇരിക്കുന്നത്. സമ്പന്മയി സാ ദേവി, സമ്പത് രൂപിണിയായ ആ ദേവി, ധനത്തിൻ്റെ അധിപതിയായ ആ ദേവി, സാ ദേവി മഹാലക്ഷ്മി പരമോത്സുക, അങ്ങയിൽ കൂടുതൽ അനുരക്തയായിരിക്കുകയാണ്. അങ്ങയോടുള്ള പ്രേമം കലശലായിരിക്കണം മഹാലക്ഷ്മിക്ക്. സ്വഭക്തേഷ്വഭി, തന്മൂലം
അങ്ങയുടെ അവൾ സ്വഭക്തന്മാരുടെ അടുത്ത് പോലും അധികം താമസിക്കാറില്ല. അപ്പം ലക്ഷ്മി ദേവിക്ക് ഒരുപാട് ഭക്തന്മാരുണ്ട്, മഹാവിഷ്ണുവിനും ഒരുപാട് ഭക്തന്മാരുണ്ട്. പക്ഷേ ഈ മഹാലക്ഷ്മി തൻ്റെ ഭക്തന്മാരുടെ അടുത്ത് അത്ര അധികം നേരമൊന്നും ഇരിക്കാറില്ല. കൂടുതൽ സമയവും മഹാവിഷ്ണുവിൻ്റെ മാറിടത്തിൽ ആ വിശ്രമം മഹാലക്ഷ്മിയുടെ. പിന്നെയോ തേന അസ്യ, അതുകൊണ്ട് ഹേ വിഭു അച്യുത സർവശക്തൻ. അച്യുതം എന്ന് പറഞ്ഞാൽ നാശം, ച്യുതി നാശം, അച്യുതം എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തവൻ. അച്യുതൻ നാശമില്ലാത്തവൻ അത് വിഷ്ണുവാണ്. അതുകൊണ്ട് തേ അച്യുത നാശമില്ലാത്തവനെ, സർവശക്തനായ നാശമില്ലാത്തവനായ ഭഗവാനെ. അതുകൊണ്ട് ഇവൾക്കെന്ന് പറഞ്ഞാൽ ഈ മഹാലക്ഷ്മിക്ക് രൂപത്വദ്രൂപമനോജ്ഞക പ്രേമസ്ഥൈര്യമയാത്, അങ്ങയുടെ നെന്തിരുവടിയുടെ രൂപലാവണ്യത്തിൽ ഉളവായ അനുരാഗത്തിൻ്റെ ഉറപ്പാകുന്ന ചാബല്യമില്ലായ്മയുടെ ശക്തി മൂലം, അതായത് ലക്ഷ്മി ദേവി മഹാവിഷ്ണുവിൻ്റെ ഒരു സൗന്ദര്യ ആരാധകയാണ്. ചാബല്യവാർത്ത, ചപലയാണ് എന്നുള്ളത്. ലക്ഷ്മി ദേവി ഒരിടത്തല്ല സ്ഥിരമായി താമസിക്കുന്നത്. മഹാവിഷ്ണുവിൻ്റെ ഭാര്യയാണ്, പക്ഷെ പലരുടെ അടുത്തും പോകുന്നുണ്ട് ലക്ഷ്മി ദേവി. എന്താ, തന്നെ ഇങ്ങനെ വിളിക്കുകയല്ലേ, ഭക്തിയോടുകൂടി വിളിക്കുകയല്ലേ ഭക്തജനങ്ങൾ. അപ്പോൾ ലക്ഷ്മി ദേവി ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങും മാറും. അങ്ങനെ സ്ത്രീകൾ മാറി മാറി സഞ്ചാരം നടത്തുന്നത്, അങ്ങനെയുള്ളവരെ പറയുന്നത് ചപലകളെന്നാണ്. അപ്പോൾ ഭക്തി തീരെയില്ലാത്ത സമ്പത്തിൻ്റെ പുറകെ പായുന്ന വങ്കപ്രഭുക്കന്മാരെയൊക്കെ മഹാകവി ഇങ്ങനെ ഒന്ന് കളിയാക്കുകയാണ്. മഹാദേവി കൂടിയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് ഈ മഹാവിഷ്ണുവിനെ ഭക്തിയോടുകൂടി സ്മരിച്ചാൽ മഹാവിഷ്ണുവിനോടൊപ്പമുള്ള മഹാലക്ഷ്മിയും പ്രസാദിക്കും, വിഷ്ണു ഭക്തന്മാരെല്ലാം സമ്പന്നരാകും എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ ചെറിയൊരു ധ്വനി. നമുക്ക് ഈ ശ്ലോകം ഒന്ന്. അത്രമാത്രം മധുരമാം ദേവ നിന്റെ ശരീരത്തിൽ തൽപരയാം ലക്ഷ്മി ദേവി ചപലയല്ലേ. ലക്ഷ്മി ദേവി ഒരു ചപലയാണ്. ചപല എന്ന് പറഞ്ഞാൽ പല പുരുഷന്മാരുടെ അടുത്തും പോകുന്നവളാണ്. മഹാവിഷ്ണുവിൻ്റെ ഭാര്യയായ ലക്ഷ്മി ദേവി ഒരു ചപലയല്ലേ. ചോദിക്കുക, ഭക്തന്മാരിൽ പോലും സ്ഥിരം വസിക്കാത്ത ഭഗവതി. ഒരാൾക്ക് സമ്പത്ത് കൊടുത്ത ആളുടെ കൂടെ തന്നെയല്ല ലക്ഷ്മി ദേവി, മറ്റൊരാളെ കണ്ട വേറൊരു അതിലും കൂടുതലായിട്ട് ഭക്തിയുള്ള മറ്റൊരാളെ കണ്ട ലക്ഷ്മി ദേവി ആ ഭക്തൻ്റെ അടുത്തേക്ക് പോകും, അവരെയും സമ്പന്നരാക്കും. അതുകൊണ്ടാണ് ആ ചപലത്തരം എന്ന് പറയുന്നതിൻ്റെ കാര്യം. ഭക്തന്മാരിൽ പോലും സ്ഥിരം വസിക്കാത്ത ഭഗവതി പ്രേമാർദ്രയായി നിന്നരികിൽ ഓടിയെത്തുന്നു. ഭക്തിയുടെ പേരിൽ പല പുരുഷന്മാരുടെ അടുത്തും അവരെ സമ്പന്നരാക്കാൻ പോകുന്ന ആ മഹാലക്ഷ്മി സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ മഹാവിഷ്ണു വിഭോ അങ്ങയുടെ അടുത്തേക്ക് തന്നെ ഓടി വരുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അത്രമാത്രം മധുരമാം ദേവാ നിന്റെ ശരീരത്തിൽ തൽപരയാം ലക്ഷ്മി ദേവി ചപലയല്ലേ. ഭക്തന്മാരിൽ പോലും സ്ഥിരം വസിക്കാത്ത ഭഗവതി പ്രേമാർദ്രയായി നിന്നരികിൽ ഓടിയെത്തുന്നു. ഇന്ന് നമ്മൾ ഈ 4 ശ്ലോകങ്ങളാണ് വായിക്കുന്നത്. അടുത്ത ആഴ്ചയിൽ നാരായണീയം ഞാൻ ഇടുമ്പോഴത്തേക്ക് ചുരുങ്ങിയത് ഇനിയുള്ള 4 ദിവസങ്ങളിൽ ഓരോ പ്രാവശ്യമെങ്കിലും ഇത് കേട്ടാലേ നമുക്ക് അത് നമ്മുടെ മനസ്സിലേക്ക് വൈകുണ്ഠേശ്വരൻ്റെ ആ രൂപം പതിയുകയുള്ളൂ. കാണുന്നില്ലേ, സ്വർണ്ണ കിരീടം, ഗോപിക്കുറി, അതിമനോഹരമായ ആ തിരുനെറ്റി ഗോപിക്കുറി, കാരുണ്യം വഴിഞ്ഞൊഴുന്ന കണ്ണുകൾ, സുന്ദരമായ നാസിക, അത്യന്തം അതിമനോഹരമായി പുഞ്ചിരി പൊഴിക്കുന്ന അധര ഭാഗം, അത് കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ കാതിൽ 2 കുണ്ടലങ്ങൾ, കണ്ഠാഭരണം, ആ
മാറിൽ വനമാല, മുത്തുമാല, കൗസ്തഭം, ശ്രീവത്സം തുടങ്ങിയ അലങ്കാരങ്ങൾ, ഹസ്താഭരണങ്ങൾ, തോൾവള, കങ്കണങ്ങൾ, രത്ന മോതിരങ്ങൾ ഇവയൊക്കെയുണ്ട്. 4 കൈകളിലാണെങ്കിൽ ശംഖ്, ചക്ര, ഗദ, പത്മം. ഇത്രയുമായിട്ടുള്ള ആ വൈകുണ്ഠേശ്വരൻ്റെ രൂപം നമ്മളൊന്ന് മനസ്സിൽ കാണും, കണ്ണടച്ചിങ്ങനെ കാണും. ആ രൂപം നമുക്ക് ആനന്ദം തരുന്നില്ലേ? ഉണ്ടല്ലോ, ആനന്ദം തരുന്നുണ്ടല്ലോ. ഈ 4 ശ്ലോകങ്ങൾ ഇന്ന് സമർപ്പിക്കുന്നു. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി.